ലക്ഷണക്കേട് പറയുക, ലക്ഷണക്കേട് ചെയ്യുക. നമ്മളെ പഴയ ആളുകളാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. അവരത് പുതിയ ജനറേഷനിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ലാ അദുവ, ഒരു രോഗവും പകരൂല. ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ അദുവ, ഒരു രോഗവും പകരില്ല. ഒരു രോഗവും രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. കാരണം രോഗം അള്ളാഹു കൊടുക്കുന്നതാണ്. അത് രോഗമുള്ള ഒരാളുടെ അടുത്ത് പോയിരുന്നു എന്ന് കരുതിയിട്ട് രോഗം വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് പോയിരുന്നത് കൊണ്ട് വന്നതല്ല, മറ്റൊരാളിൽ നിന്ന് പകർന്നതുമല്ല. അങ്ങനെ ഒരു രോഗവും ഭൂമിയിൽ ഒരു രോഗവും പകരുന്നതില്ല. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. രോഗം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് വലാ തുയറത്ത, അപലക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ലക്ഷണം നോക്കുന്ന പരിപാടിയാണ് ഇന്ന് ഭയങ്കരമായിട്ടുള്ളത്. ലക്ഷണം നോക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല. ഒറ്റമൈനയെ കണ്ടതിനാ പ്രശ്നമാണ് അല്ലേ? സ്കൂളൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും ഒറ്റമൈനയെ കണ്ടതിനാ അടി കിട്ടുന്നു, അങ്ങനെ എന്തോ എന്ന് പറയും. അതുപോലെ തന്നെ പൂച്ച യാത്രക്കിറങ്ങുന്ന സമയത്ത് പൂച്ച വട്ടം ചാടാൻ പാടില്ല. യാത്രക്കിറങ്ങിയ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പാടില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മറന്നുപോവും അല്ലേ? കീ എടുക്കാൻ മറന്നുപോവും, പേഴ്സ് എടുക്കാൻ മറന്നുപോവും. ചിലപ്പോൾ തിരക്കിൻ്റെ പ്രഷർ കാരണം ഷർട്ട് ഇടാതെ പുറത്തിറങ്ങും. ബനിയൻ മാത്രം ഇട്ടിട്ട്, ബനിയനും പാൻറ്റും തുണിയൊക്കെ എടുത്തിട്ട് ഷർട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷർട്ട് തിരിച്ചിടും. ഇതൊക്കെ തിരക്ക് കൊണ്ട് മനുഷ്യന് സംഭവിച്ചു പോണതാണ്. മറവി മനുഷ്യനുള്ളതാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറേണ്ടി വരും. അത് കയറാൻ പാടില്ല, ലക്ഷണക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ലാ തുയറത്ത, അങ്ങനെ ഒരു സംഗതി ഇല്ല. ലക്ഷണക്കേട്, അപലക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. ഞാൻ അങ്ങനെ കയറിയെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു അപകടവും വരാനില്ല. അങ്ങനെ ചെയ്തു എന്ന് കരുതി നമുക്ക് ഒരു അപകടവും നമുക്ക് വരാനില്ല. അത് പണ്ട് കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അവരൊക്കെ പല ഭാഗ്യങ്ങളും നോക്കിയിരുന്നത് പല കാര്യങ്ങളിലൂടെ. അമ്പ് ചെയ്തിട്ട് ആ അമ്പ് വെച്ചിട്ട് അവർ ഭാഗ്യം നോക്കിയിരുന്നു. അതുപോലെ പക്ഷിയെ എടുത്തിട്ട് ഇങ്ങനെ ഏറ്റവും ടോപ്പിലേക്ക് ഇട്ട് അതിനെങ്ങനെ പറത്തിയിട്ട് ആ പക്ഷി വലതുവശത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ നല്ല ലക്ഷണം, ഇടതുവശത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ ചീത്ത ലക്ഷണം. ഇങ്ങനെ പണ്ട് കാലത്ത് നോക്കിയിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് ഖുറൈശികളിൽ ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നു, ഹബീബായ തങ്ങൾ ദീൻ പഠിപ്പിച്ചു. ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ല, ഇനി അത് വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ഇന്നും നൂറ്റാണ്ടുകൾക്കിപ്പുറം പിന്നിട്ടിട്ടും ഇപ്പോഴും അത് പല ആളുകൾക്കിടയിലും അങ്ങനെ ഒരു സംശയം, അങ്ങനെ ഒരു വിശ്വാസം അവർ ഉൾക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെ ചെയ്തു പോകരുത്. അങ്ങനെ നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊടുക്കണം. അങ്ങനെ ഒരു സംഗതി ഇല്ല. പരിശുദ്ധ ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടില്ല. വലാ ഹാമത്ത, നബി തങ്ങൾ പറയണം, വലാ ഹാമത്ത, മൂങ്ങക്കും ഒരു പ്രശ്നമല്ല. മൂങ്ങ കൂവി, മൂങ്ങയുടെ സൗണ്ട് രാത്രി കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ പറയുന്നൊരു സംസാരമാണ്, ആരോ അടുത്ത് മരിക്കാനായിട്ടുണ്ട്, നമ്മളെ ചുറ്റുവട്ടത്തിൽ ആരോ ഒരാൾ മരിക്കാനായിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരോ മരിക്കാനായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ആ പക്ഷി എന്ത് ചെയ്തു പാവം? അതിന് വല്ലതും അറിയോ? ബുദ്ധിയില്ലാത്ത ആ പക്ഷിക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. വെറുതെ അതിനെ കുറ്റം പറയാൻ നിൽക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഹാമത്ത്, ആ കൂമൻ എന്ന പക്ഷിക്ക് ഒരു പ്രശ്നവുമില്ല. നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പക്ഷിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അത് ആളുകൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഇനി അഥവാ മൂങ്ങ സൗണ്ട് ഉണ്ടാക്കി അന്ന് രാത്രി പിറ്റേ ദിവസം ആരെങ്കിലും മരിച്ചു എന്ന് കരുതിയാൽ അതിൻ്റെ ക്രെഡിറ്റ് മൂങ്ങയ്ക്ക്. മൂങ്ങ ഇന്നലെ കൂവിയതുകൊണ്ടാണ് ഇന്നലെ അവിടെ മരിച്ചത്. അതാ സന്ദർഭം ഒത്തു വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയുള്ളൂ. അല്ലാതെ അസ്റായിൽ റൂഹ് പിടിച്ചു എന്ന് പറയില്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അയാളുടെ വിധി വന്ന് അസ്റായിൽ റൂഹ് പിടിച്ചു എന്ന് പറയില്ല. മൂങ്ങ സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് റൂഹ് പിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നത്, ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞു, വലാ സഫറു മാസത്തിനും പ്രശ്നമല്ല. സഫർ മാസം ഒരു മോശപ്പെട്ട മാസമായിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ കണ്ടിരുന്നു. കാരണം മുഹറം നല്ല മാസമായിട്ട് എല്ലാവരും കണ്ടിരുന്നു. മുഹറം കഴിഞ്ഞാലാണല്ലോ സഫർ വരുന്നത്. മുഹറം നല്ല മാസമായിട്ട് കണ്ടിരുന്നു. ഷഹറുല്ലാഹി, അള്ളാഹുലേക്ക് ചേർത്തിട്ടല്ലേ മുഹറത്തെ പറ്റി പറഞ്ഞത്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറഞ്ഞ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം. അപ്പോൾ ആ മുഹറം കഴിഞ്ഞിട്ടുള്ള സഫർ ആളുകളൊന്നും ചെയ്തിരുന്നില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ അധികം ജോലിക്ക് പോയിരുന്നില്ല, വീട് വച്ചിരുന്നില്ല, പല കാര്യങ്ങളും അവർ എതിർത്തിരുന്നു. കാരണം അത് അന്ന് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പുള്ള അവരുടെ അന്ധവിശ്വാസമാണത്. ആ വിശ്വാസമാണ് ഇന്നും ആളുകൾ ചെയ്യുന്നത്.
നിക്കാഹ് മാറ്റിവെക്കും ആളുകൾ. ഇനി അഥവാ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, മുഹറത്തിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, സഫറിൽ വീടിരിക്കൂല, റബീഉൽ അവ്വലിലേക്ക് മാറ്റിവെക്കും. റബീഉൽ അവ്വൽ വീടിരിക്കുക നല്ല കാര്യമാണ്, റബീഉൽ അവ്വലിൽ വീടിരിക്കുന്നത് നല്ല കാര്യമാണ്. അത് കരുതി സഫറിനെ മോശമാക്കാൻ പാടില്ല. സഫറിൽ ഇരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ സഫറിൽ തന്നെ വീടിരിക്കണം. എന്തിനാണ് റബീഉൽ അവ്വലിലേക്ക് മാറ്റിവെക്കുന്നത്? സഫറിനെ മോശമാക്കിയിട്ട് മാറ്റിവെക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. സഫർ മാസത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയെ കൈപിടിച്ച് അലിയാരെ ഏൽപ്പിക്കുന്നത് സഫർ മാസത്തിലാണ്. നിക്കാഹ് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും നിക്കാഹ് കഴിയുന്നത് സഫർ മാസത്തിലാണ്. നബി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ആ ഖദീജ ബീവിയെ നിക്കാഹ് കഴിക്കുന്നത് സഫർ മാസത്തിലാണ്. ഇതിൽ പരം നിക്കാഹിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകാ നിക്കാഹുകൾ നടന്നത് സഫർ മാസത്തിലാണ്. ഇനി ഇതിനും വലിയ നിക്കാഹിന്, ഇതിനും വലിയ ഒരു തെളിവ്, ഇതിനും വലിയൊരു ചരിത്രം നമുക്കിനി എന്താണ് എടുത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് സഫർ മാസത്തെ പറ്റി, അത് സഫർ മാസം മോശപ്പെട്ട മാസമാണെന്ന് ഇനി പറഞ്ഞു നടക്കാൻ പാടില്ല. അത് മുത്തുനബിയുടെ ഉമ്മത്തിന് ചേർന്ന ഒരു കാര്യമല്ല. കാരണം മുത്തുനബി പഠിപ്പിച്ചത് ആ മാസത്തിന് കുഴപ്പമില്ലാന്ന്. പിന്നെ ഞങ്ങൾ വാപ്പകാരണവന്മാരായിട്ട് ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നു, ഞങ്ങളങ്ങനെ ചെയ്തിരുന്നു. അതങ്ങനെ ചെയ്തോട്ടെ. നിങ്ങൾ വാപ്പകാരണവന്മാരായിട്ടും അറിയാതെ ഒരു പിഴവ് നിങ്ങളിലൂടെ സംഭവിച്ചു, അത് തിരുത്തുകയാണ് ഇനി വേണ്ടത്. ഇനി ഞങ്ങളത് പിൻപറ്റി അത് ഫോളോ ചെയ്തു പോകുമെന്ന് പറയാൻ പാടില്ല. അത് തിരുത്തുകയാണ് വേണ്ടത്. അത് തിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഈ മാസത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ലക്ഷണക്കേടുകൾ, എല്ലാ കാര്യത്തിലും ലക്ഷണക്കേട് ഇങ്ങനെ ചെയ്യുക, ലക്ഷണക്കേടുകൾ നോക്കുക, ഇങ്ങനെ തുടങ്ങിയ സംഗതികളൊന്നുമില്ല. നമ്മുടെ മക്കൾ പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി ഭംഗിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ മോശമായിട്ടല്ല. നമ്മുടെ മക്കൾ, നമ്മളിതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ മക്കൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കി വെക്കും, ഇസ്ലാം എന്തോ ഒരു വലിയ ഭീകരമായ എന്തോ ഒന്നാണ് എന്നവർ മനസ്സിലാക്കി വെക്കും. അത് നമ്മളിലൂടെ സംഭവിക്കുന്ന തെറ്റാണത്. ഇങ്ങനെയുള്ള സംഗതികളൊന്നും ദീനല്ല, ദീനിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ തിരുത്തുകയും നമ്മൾ തിരുത്തിക്കുകയും ചെയ്യണം. അതിന് നമ്മൾ ബാധ്യസ്ഥരാകണം.